അഗ്നി പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ഉണ്ടാക്കിയ സോമൻ, അതായത് ചന്ദ്രൻ ഉപയോഗിച്ചിരുന്ന ഒരു വില്ല്, അതിപ്പോൾ വരുണന്റെ കയ്യിലുണ്ട്. ആ വില്ല് ഗാണ്ഡീവം എന്നാണ് ആ വില്ലിൻ്റെ പേര്. ആ വില്ല് അർജുനന് വേണ്ടി നൽകി. ഇങ്ങനെയാണ് ഗാണ്ഡീവം അർജുനന് ലഭിച്ചത്. ആ ഗാണ്ഡീവം എന്ന വില്ലും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനന് വേണ്ടി അഗ്നി നൽകി. ഒപ്പം നല്ല ഒരു തേര്, 4 വെള്ളക്കുതിരകൾ, ആ തേരിൽ കെട്ടാനുള്ള 4 വെള്ളക്കുതിരകൾ എന്നിവയും അഗ്നി നൽകി. പിന്നെ ആ തേരിനൊരു കൊടിക്കൂറയുണ്ടായിരുന്നു. അത് ഹനുമാൻ അടയാളമായിട്ടുള്ള ആ കൊടിക്കൂറയും ഉള്ള ഒരു തേരാണ് അഗ്നി അർജുനന് നൽകിയത്. കൃഷ്ണനും അഗ്നി സമ്മാനങ്ങൾ കൈമാറി. അതൊന്ന് ചക്രമായിരുന്നു, ചക്രായുധം. ആ ചക്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ശത്രുക്കളുടെ നേരെ തൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശത്രുക്കളുടെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്യം നിറവേറ്റിയതിന് ശേഷം തിരികെ കൃഷ്ണന്റെ സമീപത്തേക്ക് തന്നെ ആ ചക്രായുധം വന്നു ചേരും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നീട് കൗമോദകി എന്ന ഗദ, കൃഷ്ണനെ പറ്റി പറയുമ്പോൾ കൗമോദകി സരസിജം എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് ഒരു പ്രാർത്ഥനയിലൊക്കെ. ആ കൗമോദകി എന്ന ഗദയും കൃഷ്ണന് അഗ്നിയാണ് സമ്മാനമായി നൽകിയത്. ഈ ഗാണ്ഡീവമാണ് അർജുനൻ ഒരിക്കലും താഴെ വയ്ക്കുകയില്ല എന്നും, അല്ലെങ്കിൽ അർജുനൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയില്ല എന്നും ശപഥം ചെയ്തിട്ടുള്ളത്. ആരാണോ ഗാണ്ഡീവം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറയുന്നത്, അയാളുടെ തല ഞാൻ കൊയ്തെടുക്കും എന്നൊരു പ്രതിജ്ഞ കൂടി അർജുനൻ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞയുടെ പേരിലാണ് യുധിഷ്ഠിരനെ പിന്നീട് വധിക്കാൻ ഒരുമ്പെടുന്നത്. അതൊക്കെ മഹാഭാരതത്തിലെ പിന്നാലെ വരുന്ന കഥകളാണ്.